ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പേപ്പർ കപ്പ് വെച്ചിട്ടുള്ള ഒരു DIY ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഒരു റൗണ്ട് പോർഷൻ നമുക്ക് വെട്ടിയെടുക്കണം. ഞാൻ ആദ്യം കുറച്ച് പോർഷൻ വെട്ടിയതിന് ശേഷമാണ് കത്രിക ഉപയോഗിച്ച് ബാക്കി വെട്ടിക്കൊടുക്കുന്നത്. കാരണം നമുക്കിത് റൗണ്ടിന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ റൗണ്ട് പോർഷൻ മുറിഞ്ഞു പോകാതെ നോക്കണം, വേറൊന്നുമില്ല, നേരെ വെട്ടുക. ഒരു ഗിഫ്റ്റ് ബോക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി വെട്ടി വരുമ്പോൾ എന്താവുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഇത് വെട്ടി ഒന്നെടുക്കട്ടെ. അങ്ങനെ ഈ ഒരു പോർഷൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനി തൽക്കാലം ഈ റൗണ്ട് പോർഷൻ നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം ചെറുതായിട്ട്. ഇപ്പോൾ രണ്ട് സൈഡും ആദ്യം ഒരു സൈഡ് പതുക്കെ ഒന്ന് മടക്കാം, എന്നിട്ട് രണ്ടാമത്തെ സൈഡും ഇതേപോലെ ഒന്ന് മടക്കാം. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൗണ്ട് പോർഷൻ ഉള്ളിൽ വെച്ചിട്ട് വേണം നമ്മൾ രണ്ട് സൈഡും മടക്കി കൊടുക്കാനായിട്ട്. അതിൻ്റെ കഠിന പ്രയത്നത്തിലാണ് ഞാനിവിടെ. അങ്ങനെ റൗണ്ട് പോർഷൻ ഉള്ളിൽ വെച്ചിട്ട് ബാക്കി നമുക്ക് പശ ഉപയോഗിച്ച് ഇതിനൊക്കെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ എന്തായാലും സക്സസ്ഫുള്ളി ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ ഈ അറ്റത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡ് അടിച്ചു, ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അവിടെ നമ്മൾ സ്റ്റാപ്ലർ അടിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും മനോഹരമായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി വേറൊന്നുമില്ല, ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പർ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. അവസാനം ഇതുപോലെയാണ് വന്നത്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് നമുക്ക് ആദ്യം ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. പെയിൻ്റ് അടിക്കുന്നത് നിസ്സാര കാര്യമാണെങ്കിലും സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കും. കുറേ നേരത്തെ പെയിൻ്റ് അടികൾക്ക് ശേഷം ഇത് നമ്മൾ ഉണക്കാൻ വയ്ക്കാൻ പോവുകയാണ്. കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയി കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ്, ഒന്നുമില്ല, കയ്യിലുള്ള പെയിൻ്റെല്ലാം എടുത്ത് ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ളൊരു ഡിസൈൻ കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതെന്തായി തീരുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല, എന്നാലും നമുക്ക് ചെയ്യാം. അങ്ങനെ മഞ്ഞ കുത്തുകൾക്ക് ശേഷം അടുത്തതായിട്ട് വെള്ളക്കുത്തിലോട്ട് കിടക്കാം. മുഴുവനായിട്ടും വെള്ളക്കുത്ത് കൊണ്ട് നിറച്ച് അങ്ങനെ പെയിൻ്റെല്ലാം അടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി അതിൻ്റെ അറ്റത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്യുക. ഇതേ കണക്ക് തിരിച്ച് വെച്ചും ഒന്ന് മടക്കുക. ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ച് ഇതിനെ വെട്ടിക്കൊടുക്കാം. മുഴുവനായിട്ട് വെട്ടരുത്, ഇതിൻ്റെ മേളിൽ മാത്രമേ വെട്ടാവുള്ളൂ, കുറച്ച് പോർഷൻ മാത്രമേ വെട്ടാവുള്ളൂ. ഞാൻ ആ മടക്കിയ ഭാഗവും അതിൻ്റെ സെൻറ്റർ പോർഷനും വെട്ടുന്നുണ്ട് ഇതേ കണക്ക്. ഇനി ഇത് ഉള്ളിലേക്ക് ഇതേ കണക്ക് മടക്കി കൊടുക്കുക. നമ്മൾ വെട്ടിയ പോർഷനെല്ലാം ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഞാനിതിൽ കുറച്ച് സ്വീറ്റ്സാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ഇതിനകത്തോട്ടിടാം.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് സെല്ലോ ടേപ്പാണ് എടുത്തത്. അല്ല, മടക്കുക, ടേപ്പ് ഒട്ടിക്കുക, മടക്കുക, ടേപ്പ് ഒട്ടിക്കുക, മടക്കുക, ടേപ്പ് ഒട്ടിക്കുക. ഈ കലാപരിപാടിക്ക് ശേഷം അടുത്തതായിട്ട് വീണ്ടും ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളൊരു ബുദ്ധി എൻ്റെ മനസ്സിൽ ഉദിച്ചതുകൊണ്ട് ഞാൻ അടുത്തതിലോട്ട് കിടക്കുക. നല്ല രീതിക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ പോർഷനും കവറാവുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പശ നമുക്കിതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടോ? നമ്മളെ വെഡ്ഡിങ് കാർഡിനകത്തൊക്കെ കിട്ടുന്ന സാധനമാണ്. ഈ ഡേറ്റൊക്കെ എഴുതിയിട്ടുള്ള ഈ ഒരു റൗണ്ട് സാധനം കാണുമല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് വേസ്റ്റാക്കണ്ടെന്ന് തോന്നിയോണ്ടാണ് അത് എടുത്തത്. എന്തായാലും വെറുതെ കളയുന്നതല്ലേ, അതുകൊണ്ട് എൻ്റെ ഫ്ലവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതുകൊണ്ട് റോസാപ്പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിവിടെ ഗമ്മിൽ അത് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഫൈനലി നമുക്കിതിങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് കുട്ടി കുട്ടി ഗിഫ്റ്റുകളൊക്കെ ഇതിനകത്തിട്ട് കൊടുക്കാവുന്നതാണ്. സംഭവം ഉണ്ടാക്കി തുടങ്ങിയപ്പം എനിക്ക് വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഫൈനലി നോക്കുമ്പോൾ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായാലും സമയമെടുത്ത് ഉണ്ടാക്കിയതല്ലേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.